ഇത് കാണുന്ന എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി ഇതാദ്യമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് അപർണ. ഈ ചാനൽ എന്ന് പറയുന്നത് ഞാനും അജ്മലും എൻ്റെ പാർട്ട്ണറും കൂടെ ഒരു ട്രിപ്പിലാണുള്ളത്. 6 മാസത്തെ ഓൾ ഇന്ത്യ പര്യടനം. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും വിസിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ UTIസും വിസിറ്റ് ചെയ്യുന്നുണ്ട്, കൂടാതെ നേപ്പാളും ഭൂട്ടാനും കാണുന്നുണ്ട്. അപ്പം ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം ഈ ചാനൽ ആദ്യമായി കാണുന്നവർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇന്ന് ഈ വീഡിയോ ഇടുമ്പോൾ നമ്മുടെ ട്രിപ്പ് തുടങ്ങിയിട്ട് കറക്റ്റ് 1.5 മാസമായി. ഞങ്ങൾ ഇതിനിടയ്ക്ക് 7 സ്റ്റേറ്റ്സ് കവർ ചെയ്തു, പ്ലസ് നേപ്പാളും കവർ ചെയ്തു. 7 സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. തൃശ്ശൂരിൽ നിന്ന് നേരെ നമ്മൾ പോണ്ടിച്ചേരി, മഹാബലിപുരം, പിന്നെ വിശാഖപട്ടണം. അതിന് ശേഷം നമ്മൾ ഒഡീസ കയറി. ഒഡീസയിൽ ഭുവനേശ്വർ, പുരി വിസിറ്റ് ചെയ്തു. പിന്നെ നേരെ വെസ്റ്റ് ബംഗാളിൽ പോയി, സൗത്ത് ബംഗാൾ, ന്യൂ ടൗൺ. പിന്നെ അത് കഴിഞ്ഞ് ഡാർജിലിംഗ് വഴി, സിലിഗുരി വഴി നേപ്പാളിൽ പോയി. പിന്നെ നേപ്പാളിൽ നിന്ന് നേരെ അരുണാചൽ പ്രദേശാണ് വിസിറ്റ് ചെയ്തത്. അരുണാചലിൽ നിന്ന് തിരിച്ച് ആസാമിലെത്തി. അപ്പോൾ ഇപ്പം ഞാനുള്ളതെന്ന് പറഞ്ഞാൽ ആസാമിലെ തന്നെ മജൂലി എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ റിവർ ഐലൻഡിലാണുള്ളത്. ഇതാ കണ്ടില്ലേ? കണ്ടില്ലേ? ഇപ്പം ഞാൻ നടക്കുന്ന സ്ഥലം താഴെ ഒരുപാട് ഡെപ്ത് ഉണ്ട്. ഇതൊരു പില്ലറിലാണ് നിൽക്കുന്നത്, കണ്ടില്ലേ? ഇപ്പം ഞങ്ങളിവിടെ താമസിക്കുന്ന ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാമപ്രദേശത്താണ്. ഒരാഴ്ചയായിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പം 1.5 മാസത്തിനുള്ളിൽ നമ്മൾ ഇത്രയും സഞ്ചരിച്ചു. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സ്പീരിയൻസ് മാത്രമല്ല, ഒരു മെമ്മറി ആയിരുന്നു. അപ്പം ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഈ യാത്ര ചെയ്യുന്നതിലും എനിക്കിപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്നത് അത് വീഡിയോ മേക്ക് ചെയ്യുമ്പോഴാണ്. അതിന് കാരണം എന്താ വെച്ചാൽ, ഇതിന് മുമ്പും ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ടാവും, ഞാനും ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളിത് ഡോക്യുമെൻ്റ് ചെയ്യാറില്ലല്ലോ. പണ്ടാണെങ്കിൽ ഡയറി എഴുതാനൊക്കെ പറയും, യാത്ര ചെയ്ത് വന്ന ആ മെമ്മറീസ് അപ്പം തന്നെ എഴുതി വെക്കാനൊക്കെ പറയും. ഇപ്പം നമുക്ക് ടെക്നോളജി ഇത്രയും ഇമ്പ്രൂവ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ ചിലപ്പോൾ ഹാർഡ് ഡിസ്കിലൊക്കെ എല്ലാവരും സ്റ്റോർ ചെയ്യുന്നുണ്ടാവും ഫോട്ടോ ഒക്കെ. പക്ഷേ അതൊരു സ്റ്റോറി പോലെ നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുന്നതല്ലേ ഈ വീഡിയോ. ഇപ്പോൾ എന്തൊരു രസമുള്ള പരിപാടി അറിയോ? ഇപ്പോൾ നമ്മളൊരു സ്ഥലം കണ്ടു കഴിഞ്ഞു, അത് നമ്മൾ എൻജോയ് ചെയ്യും, 2 ദിവസം കഴിയും. അത് കഴിഞ്ഞ് നമ്മളിത് എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ വീണ്ടും ആ സ്ഥലത്തിലൂടെയും ആ മെമ്മറീസിലൂടെയും വീണ്ടും പോകും. അപ്പോൾ ആ മെമ്മറി ഒന്നുകൂടെ ഭയങ്കര സ്ട്രോങ് ആവും. ഓക്കെ, ഞാൻ പറയുന്നത് ഇതെല്ലാവരും ചെയ്യണം. ഈ യാത്ര ചെയ്യുന്ന എല്ലാവരും ഇതേപോലെ ഡോക്യുമെൻ്റ് ചെയ്യണം. അതൊരു യൂട്യൂബ് ചാനലിൽ തന്നെ ഇടണം. കാരണം ഇത് ഇനി നമ്മളുടെ ഒരു റിട്ടയർമെൻറ്റ് ഏജിലും നമുക്കായാലും മറ്റുള്ളവർക്കായാലും ഇത് കാണാമല്ലോ. അതൊരു ഭയങ്കര രസമായിരിക്കും. പിന്നെ അതുമാത്രമല്ല, ഒരേ സ്ഥലം തന്നെ പലര് കാണുന്നുണ്ടെങ്കിലും ആര് കാണുമ്പോഴും അവർ പറയുന്ന വേ ഡിഫറെൻ്റ് ആയിരിക്കും, അവർ കാണുന്ന വ്യൂ പോയിൻ്റ് ഡിഫറെൻ്റ് ആയിരിക്കില്ലേ. ഇപ്പം ഞാൻ കണ്ട സ്ഥലം തന്നെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, പക്ഷേ എല്ലാം ഡിഫറെൻ്റ് അല്ലേ. ഇപ്പോൾ ഒരാൾ പറയുന്ന പോലെ ആവില്ലല്ലോ വേറൊരാൾ കഥ പറയാമെന്ന് പറയുന്ന പോലെ. കേട്ട കഥയാണെങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കില്ലേ, അതേപോലെ. അപ്പം ഞാനും ഈ ചാനലിൽ എൻ്റെ ഈ യാത്രാ സ്റ്റോറി ചെറിയ രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലാണ് ഏറ്റവും സന്തോഷം ഇപ്പോൾ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഇതെങ്ങനെയായിരിക്കും, ഇത് ടഫായിരിക്കുമോ, ഈ ട്രാവലിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കൂടെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതാണ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാർട്ട് ഈ ട്രിപ്പിൻ്റെ, ഈ ഡോക്യുമെൻ്റ് ചെയ്യൽ. അപ്പോൾ എൻ്റെ ഈ ഡോക്യുമെൻറ്റേഷൻ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് കാണുന്ന നിങ്ങൾക്കും ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാനും കുറച്ച് അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാനും പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളും എൻജോയ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് അതാണ്. അപ്പം ഈ ചാനലിൽ ഇതുവരെ ഇപ്പം ഞാൻ മഹാബലിപുരം വരെയുള്ള വീഡിയോസേ ഷെയർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇനി തൊട്ട് എല്ലാ വീഡിയോസും ഡെയിലി ബേസിസിൽ ഇടുന്നുണ്ട്. അപ്പോൾ രാത്രിയായിരിക്കും നമ്മുടെ ചാനലിൽ വീഡിയോസ് വരാൻ പോകുന്നത്. ആഫ്റ്റർ 8 o'clock ആയിരിക്കും. എല്ലാവരും എന്നും ഈ വീഡിയോസ് കാണണം. കണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ട്രാവൽ ഒരു എഡിക്ഷനായി മാറുമെന്ന് എനിക്കറിയാം. നിങ്ങളും നമ്മളെ കൂടെ ട്രാവൽ ചെയ്യുന്ന പോലെ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത്.
അപ്പം എല്ലാവരും ഇത് കാണണം. നിങ്ങളുടെ സപ്പോർട്ട് ആൻഡ് ലവ് നമുക്ക് ഉണ്ടാവണം. എല്ലാവരും ഈ വീഡിയോസ് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണം. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പോഴല്ലേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെയാണ് വീഡിയോ മനസ്സിലാവാൻ പോകുന്നത്? ഓക്കെ, അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ എല്ലാ ദിവസവും ഇനി തൊട്ട് നമുക്ക് ഷെയർ ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ വിശേഷങ്ങൾ എൻ്റെ വീഡിയോയിലൂടെ എല്ലാ ദിവസവും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങൾക്കും ഷെയർ ചെയ്യാം. എങ്ങനെ? കമൻറ്റ് ബോക്സിലൂടെ. നമ്മൾ മെസ്സേജ് അയക്കാറില്ലേ, അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പം ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഈ വീഡിയോ. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. ഇനി എല്ലാ ദിവസവും കാണാമെന്നുള്ള ഉറപ്പോടുകൂടി ബൈ ബൈ.